ശ്രദ്ധിക്കുക മോനര, ശ്രദ്ധിക്കണേ എല്ലാവരും. നോക്കിയേ, നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്ന +2 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടല്ലോ. പ്രൈസ് ഇലാസ്റ്റിറ്റി അതായത് നമ്മുടെ ക്വസ്റ്റ്യന് സാധാരണ രീതിയിൽ പ്രൈസ് ഇലാസ്റ്റിറ്റിയാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഇവിടെ പ്രൈസ് ഇലാസ്റ്റിറ്റി തന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു പ്രൈസ് കണ്ടുപിടിക്കാം. അപ്പം എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് വെച്ചാൽ, രണ്ട് പ്രൈസുകൾ തന്നിരിക്കുകയാണ്, രണ്ട് ക്വാണ്ടിറ്റി തമ്മിൽ തന്നിരിക്കുകയാണ്. മനസ്സിലായല്ലോ. അപ്പം ഇത് തമ്മിൽ എത്രമാത്രം എന്താണ് ഡിഗ്രി റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം മെഷർമെൻ്റ് ആണുള്ളത് എന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ. രണ്ട് പ്രൈസും രണ്ട് ക്വാണ്ടിറ്റിയും തന്നാൽ ഈ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ എത്രമാത്രം വർധനവാണ് ഉണ്ടായിരിക്കുന്നത്, എത്രമാത്രം ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി കേട്ടോ. പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്. എന്ത് തമ്മിലുള്ള അനുപാതം, പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ആ ഒരു ചേഞ്ചിനെയാണ് എന്ന് വിളിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രൈസ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. EP എന്ന് എഴുതിയാൽ ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P/Q. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിലുണ്ടായ ചേഞ്ച്, ഡെൽറ്റ P എന്ന് പറഞ്ഞാൽ എന്തിനുണ്ടായ ചേഞ്ച്, പ്രൈസിലുണ്ടായ ചേഞ്ച്. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ശ്രീറാം എന്ന് പറയുന്ന ആൾ 10 കിലോഗ്രാം വീറ്റ് വാങ്ങിക്കുന്നു. എത്ര കിലോഗ്രാം വീറ്റാണ്? 10 കിലോഗ്രാം. അപ്പം നമുക്കറിയാം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണല്ലോ. അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്, പ്രൈസ് എത്രയാണ്, 20. അപ്പം പ്രൈസ് നമുക്കറിയാം 20. 10 കിലോഗ്രാം വീറ്റ് എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്, 20 രൂപയ്ക്കാണ്. ചോദിച്ചിരിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 2. പ്രൈസ് ഇലാസ്റ്റിറ്റി എത്രയാണ്, 2. പ്രൈസ് ഇലാസ്റ്റിറ്റി ഉണ്ട് ക്വസ്റ്റ്യനിൽ 2. അങ്ങനെയാണെങ്കിൽ ഏത് പ്രൈസിലാണ് അയാൾ 15 കിലോഗ്രാം വീറ്റ് വാങ്ങിക്കുന്നത്, ഏത് പ്രൈസിലാണ് 15 കിലോഗ്രാം വീറ്റ് വാങ്ങിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, 10 കിലോഗ്രാം ക്വാണ്ടിറ്റിയിൽ അയാൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്, 20 രൂപയ്ക്ക്. എന്ന് പറഞ്ഞാൽ 20 രൂപയ്ക്ക് 10 കിലോഗ്രാം വാങ്ങിക്കുന്നു. എത്ര രൂപയ്ക്കാണ് 15 കിലോഗ്രാം സാധനം വാങ്ങിക്കുന്നത്? ഇപ്പം എൻ്റെ ഒരു ചോദ്യം നിങ്ങളോടാണ്, ഈ 20-ൽ താഴെ ആയിരിക്കുമോ ഉത്തരം, 20-ൽ മുകളിലായിരിക്കും ഉത്തരം? നമുക്ക് പറയാൻ പറ്റും. 20-ൽ താഴെ ആയിരിക്കുമോ പ്രൈസ്, പുതിയ പ്രൈസ് 20-ൽ താഴെ ആയിരിക്കും, 20-ൽ മുകളിലായിരിക്കും? ഓക്കെ, 20 രൂപ വില വന്നപ്പോൾ ക്വാണ്ടിറ്റി 10 ആയി. ക്വാണ്ടിറ്റിയുടെ സംഖ്യ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടണമെങ്കിൽ ഇനി പ്രൈസ് കുറഞ്ഞാലാണോ കൂടിയാലാണോ? പ്രൈസ് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, പ്രൈസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 20-ൽ താഴെ ആയിരിക്കും അല്ലേ, 20-ൽ താഴെ ആയിരിക്കും അല്ലയോ? അത് നമുക്കറിയാമല്ലോ, 20-ൽ താഴെ ആയിരിക്കത്തില്ലേ അല്ലയോ? കാര്യം എന്താ, 20 രൂപയ്ക്ക് എത്രയാണ് വാങ്ങിച്ചത്, 10. അതായത് ആരും ഇനി 20 രൂപയ്ക്ക് 15 വാങ്ങിക്കുമോ? ഇല്ല. കാര്യം എന്താ, 20 രൂപയ്ക്ക് 10 വാങ്ങിച്ചുള്ളൂ. അപ്പോൾ 20 വില കുറഞ്ഞിരുന്നാലല്ലേ ആളുകൾ എന്ത് ചെയ്യത്തുള്ളൂ, കൂടുതൽ വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, പ്രൈസ് എപ്പോഴും എത്ര താഴെ ആയിരിക്കും, ഇനി 20-ൽ താഴെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൽറ്റ Q ബൈ ഡെൽറ്റ P/Q. ക്ലിയർ ആണല്ലോ. ഇനി പ്രൈസ് ഇലാസ്റ്റിറ്റി നമുക്കറിയാം 2 ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ. ഈ ഡെൽറ്റ P നമ്മൾ കണ്ടുപിടിക്കാം. ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് 10, ഇത് 15. ഇവിടെ 10 കിലോഗ്രാം ആണ്, ഇവിടെ 15 കിലോഗ്രാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് മക്കളെ? 5. അതാണ് 5. അതായത് ഡെൽറ്റ Q ഞാൻ എഴുതി, എത്രയാണ്? 5 ബൈ ഡെൽറ്റ P. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാമോ? ഒരു കാര്യം നമുക്കറിയാം, 20 താഴെ ആയിരിക്കും ഏത് പ്രൈസ് നമുക്കറിയാം ഇല്ലയോ? കാര്യം എന്തുകൊണ്ടാണ്, 20 രൂപ ഇപ്പം 10 കിലോഗ്രാം വാങ്ങിച്ചു. സ്വാഭാവികമായിട്ടും അതിൽ താഴെ നാലല്ലേ അതിൽ കൂടുതൽ വാങ്ങിക്കത്തുള്ളൂ. അത് മാത്രം നമുക്കറിയാം, അല്ലയോ? ഇനി ഡെൽറ്റ P നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ P കൊടുക്കുന്നു. അതായത് ഇവിടുത്തെ പ്രൈസ് ഇല്ല, ഇൻറ്റു പ്രൈസ് ഉണ്ടല്ലോ, P ഉണ്ടല്ലോ, എത്രയാ? 20 അല്ലേ? ആദ്യം 20 രൂപയ്ക്ക് 10 കിലോഗ്രാം ആണ് വാങ്ങിയത്. 20 Q എത്ര വാങ്ങിക്കുന്നത്, 10 കിലോഗ്രാം അല്ലേ? ഇനി നമ്മൾ
എന്താണ് ഇത് രണ്ട് വെട്ടുന്നു, ഇത് രണ്ട് വെട്ടുന്നു, 0 0. 2 × 5 എത്ര മോനെ? 10/Δp = 2. ഓക്കെ ആണല്ലോ. ഇത് അങ്ങോട്ട് ഗുണിക്കാം, 2Δp = 10. അപ്പോൾ Δp = എന്താണ്? 10/2 എത്രയാണ്? 5. കിട്ടിയല്ലോ. Δp 5 കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഒരു കാര്യം അറിയാം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏത്? Δp അല്ലയോ? അതായത് ഈ രണ്ട് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലയോ? അല്ലയോടാ? ആണല്ലോ. അപ്പൊ നമുക്കറിയാം പി എത്രയാ? 20 അല്ലേ? പി 20 അല്ലയോ? അല്ലയോ? Δp എത്ര? 5 അല്ലേ? അല്ലയോ? അപ്പൊ 20 5 കുറച്ചാൽ മതി. 20 എന്ത് കുറയ്ക്കണം? 5. ആ Δp കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടി? 15 കിട്ടി. ആ 15 പുതിയ പ്രൈസ്. എടാ P2 കേട്ടാ, P2. കാര്യം എന്താ? 20 താഴെ ഇരിക്കണ്ടേ? 20 താഴെ ഇരിക്കണ്ടേ? കാര്യം എന്താ? 20 താഴെ 15 കിലോഗ്രാം വാങ്ങിക്കാൻ പറ്റും അല്ലയോ? അപ്പം 20 താഴെ എന്ന് പറഞ്ഞാൽ 5. 20-നകത്ത് എന്ത് കുറച്ചാൽ മതി? 5 കുറച്ചാൽ മതി. ഇവിടെ കിട്ടിയോ? മനസ്സിലായോ? 20 5 കുറയ്ക്കുമ്പോൾ കിട്ടി 15. ക്ലിയർ ആണല്ലോ. അപ്പൊ പ്രൈസ്, പുതിയ പ്രൈസ് കിട്ടി എത്രയാ? P2 എത്ര കിട്ടി? 15. അതാണ് ചോദ്യം. കിട്ടിയല്ലോ, കിട്ടിയല്ലോ. കൂട്ടി വെക്കല്ലേ, കൂട്ടി വെക്കല്ലേ. ആ 10 കുറെ അത് കൂടും. അപ്പൊ ഇവിടെ കിട്ടിയല്ലോ, ഇവിടെ കിട്ടിയല്ലോ, 15 കിട്ടിയല്ലോ. മനസ്സിലായോ? ഇനി ഇതിന്റെ ഗ്രാഫ് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം ഗ്രാഫ്. ഇത് ക്വാണ്ടിറ്റി എടുക്കുന്നു, ഇത് പ്രൈസ്. ഏതെടുക്കുന്ന? ഇത് പ്രൈസ് എടുക്കാം, ഇത് ക്വാണ്ടിറ്റി. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 5 10 എഴുതാം അല്ല? എന്താ പറയുന്നത്? 5 10 കൊടുക്കാം. 5 10 15 20. ഇവിടെ 5, ഇവിടെ 10, ഇവിടെ 15. നോക്കിയേ, ആദ്യം 10 കിലോഗ്രാം അല്ലയോ? 10 കിലോഗ്രാം ക്വാണ്ടിറ്റി ഉണ്ടപ്പോ എത്ര രൂപ പ്രൈസ്? 20 അല്ലേ? 20 അല്ലയോ? 10 കിലോഗ്രാം ഞാൻ എഴുതുന്നു. 10 കിലോഗ്രാം 20 പ്രൈസ്. 10 കിലോഗ്രാം 20 പ്രൈസ്. 20 നേർക്ക് വരയ്ക്കുന്നു. 20 പ്രൈസ് ഇവിടെ 10 കിലോഗ്രാം അല്ലയോടാ? അല്ലയോ? രണ്ടാമത് എത്രയാണ് പ്രൈസ്? എത്രയാ? ക്വാണ്ടിറ്റി എത്ര? 15. ക്വാണ്ടിറ്റി 15 അല്ലയോ? അപ്പൊ പ്രൈസ് എത്ര? 15 അല്ലയോ? ഇവിടെ പ്രൈസ് Y ആക്സ് പ്രൈസ്, X ആക്സ് ക്വാണ്ടിറ്റി. അതാണ് രണ്ടാമത്തെ ചോദ്യം. പിടികിട്ടിയോ? പിടികിട്ടിയോ? മനസ്സിലായോ? ഇവിടെ പറയുന്നു പ്രൈസ് ഇലാസിറ്റി കണ്ടുപിടിക്കാനാണ്. അതിൽ പ്രൈസ് ഇലാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡിലും പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈസ് ഇലാസിറ്റി. പിടികിട്ടില്ല? എത്രമാത്രം ഡിഗ്രി ചേഞ്ചാണ്, എത്രമാത്രം മെഷർമെൻ്റ് ആണ്, എത്രമാത്രം വ്യത്യാസമാണ് ഒരു പ്രൈസും ഒരു ക്വാണ്ടിറ്റിയും മറ്റൊരു പ്രൈസും മറ്റൊരു ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. പിടികിട്ടിയല്ലോ? അതായത് ഒരു പ്രൈസിൽ ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു, മറ്റൊരു പ്രൈസിൽ മറ്റൊരു ക്വാണ്ടിറ്റി. ഇത് തമ്മിലുള്ള ആ ഒരു തോതിനെയാണ്, റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈസ് ഇലാസിറ്റി. പിടികിട്ടിയോ? പിടികിട്ടിയോ? ആ പ്രൈസ് ഇലാസിറ്റി കണ്ടുപിടിക്കുക. ഇക്വേഷൻ അറിയാലോ? ΔQ/Δp × P/Q. നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ Q എന്ന് പറയുന്നത് എത്രയാണ്? 10 കിലോഗ്രാമാണ്. ആദ്യത്തേതാണ്. രണ്ടാമത്തെ പ്രൈസ് എത്രയാണ്? ആദ്യത്തെ പ്രൈസ് എത്രയാണ്? 20 ആണ്. എന്ന് പറഞ്ഞാൽ 20 രൂപയ്ക്ക് 10 കിലോഗ്രാം എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ചെയ്യുന്നു. രണ്ടാമത്തത് 15 കിലോഗ്രാമിന് എത്രയാണ്? ഒരു കാര്യം നമുക്കറിയാം, ഇവിടെ 10 കിലോഗ്രാമിന് 20 രൂപ കൊടുക്കണമെങ്കിൽ 15 കിലോഗ്രാമിന് അതിൽ താഴെ കൊടുത്താൽ മതി. കാര്യം എന്താ? അത്രയും സാധനം അധികം മേടിക്കണമെങ്കിൽ അതിൽ താഴെ ഉണ്ടെങ്കിലല്ലേ ആളുകൾ മേടിക്കത്തുള്ളൂ. അത് കാര്യം നമുക്കറിയാം. യെസ്. ഇനി പ്രൈസ് ഇലാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ΔQ ΔP. ഇനി P നമുക്കറിയാം എന്താണ്? ആദ്യത്തെ പ്രൈസ് എത്ര? 20. Q നമുക്കറിയാം ആദ്യത്തെ ക്വാണ്ടിറ്റി 20/10. ഓക്കെ ആണല്ലോ? ΔQ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കറിയാം ഇത് 10 ആണ്, ഇത് 15 ആണ്. 10 നിന്ന് 15 പോയാൽ എത്രയായി? 5 രൂപയാണ് കൂടിയിരിക്കുന്നത് അല്ലേ? 5 ആണല്ലോ? മനസ്സിലായല്ലോ? ഇനി ΔP നമുക്കറിയത്തില്ല. അപ്പോൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു 5/Δp × 20/10. നമുക്ക് ΔP ലാസ്റ്റ് ആൻസർ ഇടുന്നു 5. കിട്ടിയല്ലോ? പഴയ പ്രൈസ് നമുക്കറിയാം എത്രയാണ്? 20 ആണ്.
ഇല്ലയോ? അപ്പോൾ അതിൽ കൂടി നിൽക്കണോ കുറഞ്ഞിരിക്കണോ? കുറഞ്ഞിരിക്കണം. കാര്യം എന്താ? കുറഞ്ഞിരുന്നാലേ ക്വാണ്ടിറ്റി കൂടത്തുള്ളൂ. ഇപ്പോൾ 20 നിന്ന് 5 കുറച്ചാൽ 15. പിടിയോ?